സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്നലെ ഞാൻ മീറ്റിംഗിൽ കുറിവാക്യമായിട്ട് വായിച്ചത് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ഞാൻ ഇന്ന് ആ വാക്യത്തിൽ നല്ല സംസാരിക്കാൻ പോലെ, എന്നിരുന്നാലും അതൊന്ന് വായിച്ചു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. ഹല്ലേലൂയ. അപ്പൊ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. നമുക്ക് അധികാരം തരുമെന്നല്ല, തന്നു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഹാലല്ലേ, ആ അധികാരം നമ്മളിലുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തെ ദൈവത്തിന്റെ മക്കളാകുന്നവർക്ക് എല്ലാവർക്കും യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്ന അവൻ ദൈവ മക്കളാകാനുള്ള അധികാരം കൊടുത്തു. അധികാരം തന്നിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് ഹാലയില്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, അവിടെ യേശുക്കത്ത് അധികാരം കൊടുത്തു. ചില ശിഷ്യന്മാർ പുറപ്പെട്ടു പോയി, അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനം ചെയ്തു. മടങ്ങി വരുന്നതും ഹാലേലി അവർ പറയുന്നുണ്ട്. അപ്പോഴാ യേശുക്കത്താവോട് വന്നിട്ട് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്ന, രോഗികൾ സൗഖ്യമാകുന്നൊക്കെ പറയുമ്പോഴാ സത്താൻ മിന്നൽ പോലെ ആകാശം വീഴുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയും. ഈ അധികാരമെല്ലാം കൊടുത്തിരുന്നെങ്കിലും അവർ അത് യൂസ് ചെയ്തിരുന്നല്ല വേണ്ട രീതി. കാരണം വെച്ചാൽ നമുക്കറിയാം, യേശു കർത്താവിന്റെ മരണത്തോടു കൂടി ഇവർ വിചാരിച്ച ഈ അധികാരമൊക്കെ പോയെന്നാ വിചാരിച്ചേ. ഹാലേലിയ. കാരണം അവരതുകൊണ്ടാണല്ലോ ഇപ്പോൾ വിളിച്ചിരുന്നത്, അല്ലേ? നമ്മൾ കാണുന്നവരാണ്. പക്ഷേ വീണ്ടും അപ്പോസ്തല പ്രവൃത്തിയിലാണ് ഹാലേലി അവര് പെന്തക്കോസ്ത് നാൾ വന്നപ്പം മലയുമഴ കൂടിയിരുന്ന് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചതിന് ശേഷമാണ് ഇവർ ഈ അധികാരത്തെ കുറിച്ചൊരു ബോധം അവരുടെ ഉള്ളിലേക്ക് കയറി വരുന്നത്. കാരണം അവിടെയാണ് നമ്മൾ കാണുന്ന 3-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തില് നമുക്കറിയാം, പത്രോസും യോഹന്നാനും വരുന്ന സമയത്ത് സുന്ദരം ഗോപുരത്തിന്റെ ആലയത്തിന്റെ വാതിൽക്കൽ ഒരാൾ എന്നും കൊണ്ടിരുത്താറുണ്ടായിരുന്നു. അപ്പൊ അയാൾ എന്തെങ്കിലും സമ്പത്തൊക്കെ ലഭിക്കുമെന്ന് വിചാരിച്ച് നോക്കിയ സമയത്താണ് പറയുന്നത്, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമുണ്ട്, യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞ് അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഭാഗം നമുക്കറിയാം. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ അവിടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ആദ്യമായിട്ട് ഇവർ ചെയ്യുന്നതായിട്ട് പറയുന്നത് അവിടെയാണ്. ഹാലയിലെ. കാരണം അധികാരം ദൈവം കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞത് സുവിശേഷങ്ങളിൽ യേശുക്കത്ത് കൂടെയുള്ളപ്പോ തന്നെ അധികാരം കൊടുത്തിട്ട്, എന്തിനുള്ള അധികാരം? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. അല്ലെ കുറച്ച് കുറച്ച് കുറച്ചെന്നല്ല, തലവേദന മാറുമെന്നല്ല, പനി മാറുമെന്നല്ല, നീ പ്രാർത്ഥിച്ച 4th സ്റ്റേജ് ക്യാൻസർ ഇനിയും വെറും 5 ദിവസം മാത്രമേ ആയുസുള്ളൂ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചാലും മാറുന്നു. ആമേ. അതുപോലുള്ള അധികാരം കൊടുത്തു, സകലത്തിന്റെ മീതുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ അധികാരത്തെ തിരിച്ചറിയാനോ ഉപയോഗിക്കാനോ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഹാലേലൂയ. കാരണം പക്ഷെ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി വന്നപ്പോഴത്തേന് ഹാലേലൂയ, പത്രോസിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന സമയത്താണ് പത്രോസ് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ മേൽ വന്ന ആത്മാവ് ധൈര്യത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ നമ്മുടെ മേൽ വന്ന ആത്മാവ് ധൈര്യത്തിന്റെ ആത്മാവ്. ഈ ധൈര്യത്തിന്റെ ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ, ഇപ്പൊ ആത്മാവിനെ പ്രാപിക്കാത്ത ആരും എന്റെ ശബ്ദം കേൾക്കുന്നില്ല. നിങ്ങളൊക്കെ ഈ ആത്മാവിനെ പ്രാപിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവര്, യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ആരെങ്കിലും, ഈ ആത്മാവ് ഉള്ളി വന്നാ നമുക്ക് ധൈര്യം ഉണ്ടാകണം. പിശാചി വെളിപ്പെട്ട് മുമ്പിൽ നിൽക്കുമ്പോഴും അത് കണ്ട് ഭയം തോന്നുന്നവരായിരിക്കില്ല. ഹല്ലേലൂയ. പല ദൈവദാസന്മാരും ആരംഭകാലങ്ങളിലൊക്കെ പിശാചൊക്കെ ഇളകുമ്പം എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുന്ന കഥ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അവിടെ നീ ഒരു കാര്യം തിരിച്ചറിയേണ്ടതായിട്ട്, നിന്റെ മുമ്പിൽ അത് ഇളകി നിൽക്കുന്നെങ്കിൽ, നിന്റെ മുമ്പിൽ അത് വെളിപ്പെട്ട് വരുന്നെങ്കിൽ, നിന്റെ മേലൊരു അധികാരം ഉണ്ട് അതിന് മേൽ ശാസിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും. ഇതിനെ തിരിച്ചറിയാതിരിക്കല്ലേ. നമ്മുടെ മുമ്പിൽ ഒരു രോഗി വരുന്നെങ്കിൽ, നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വരുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സകലത്തെയും വെളിപ്പെടുത്തി തരുന്ന ദൈവാത്മാവ്. നമ്മളോട് ചിലപ്പം പറയുന്ന കഥകൾ വേറെ പലതുമാണെങ്കിലും പ്രാർത്ഥിക്കും ദൈവം കൃത്യമായി പറയും, ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. നമ്മൾ കേൾക്കുന്നത്, നമ്മൾ അറിയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ എടുത്താൽ തന്നെ അറിയാം. ചില കുഞ്ഞുങ്ങള് അവര് തെറ്റ് ചെയ്തിട്ട് അവര് പറയുമ്പോൾ, മാതാപിതാക്കന്മാരോട് പറയുമ്പോൾ അവരെ വെള്ളം പൂശിക്കൊണ്ട് ഞാനല്ല മറ്റവർ ഇങ്ങോട്ട് വന്നതാ എന്ന രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. ഹല്ലേലൂയ, പറയാറുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് സകലത്തെയും വെളിപ്പെടുത്തുന്ന ആത്മാവ്.
ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ നാം എന്തുകൊണ്ട് അത് വെളിപ്പെടുത്തുന്നത് വെച്ചാ ദൈവത്തിന്റെ ആത്മാവിന് അറിയാം. ഞാനൊരു തെറ്റ് ചെയ്താൽ എൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം വന്നിട്ടുണ്ടോ, ഒരു മാനസാന്തരം വന്നിട്ടുണ്ടോ, ഒരു സമർപ്പിക്കൽ വന്നിട്ടുണ്ടോ എന്ന് യഥാർത്ഥമായി തിരിച്ചറിയുന്ന ആള് ദൈവാത്മാവ്. ഹല്ലേലൂയ. ഈ ദൈവാത്മാവ് ഇന്നലെ പാസ്റ്റർ മരുമകൻ ഇച്ചിരി സമയം വചനം ശുശ്രൂഷിച്ചു. അദ്ദേഹം വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറിയ സമയത്ത് ഞാൻ ചോദിച്ചു, വിശ്വാസമുള്ള എല്ലാവരും ഒന്ന് കൈപൊക്കിക്കേ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൈപൊക്കി. ഞാൻ പറഞ്ഞു ശരി, താത്തിരാൻ പറഞ്ഞു. നാളെ കുറിച്ച് ഒരാകുലതയും ഇല്ല എന്ന് പറയുന്നില്ല, കൈപൊക്കിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു പേരൊക്കെ കൈപൊക്കി. ഞാൻ പറഞ്ഞു, നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഹൃദയം ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ഈ ഹൃദയത്തെ എന്തൊക്കെ ചിന്തകൾ വിചാരങ്ങൾ ഉണ്ടെന്ന് കൃത്യമായി അറിയുന്നുള്ള ദൈവമാണ്. ആ ദൈവത്തിന് മുമ്പ് കള്ളം പറയരുത്. ഹല്ലേലൂയ. കാരണം നാളെ കുറിച്ച് വിചാരമില്ല എനിക്കെന്ന് കൈവൊക്കിയാൽ എൻ്റെ ഉള്ളിൽ എന്ത് വിചാരമുള്ള ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അപ്പം അതുപോലെ നമ്മുടെ കർത്താവിന് നമ്മുടെ ഹൃദയത്തെ അതുപോലെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ, വിചാരങ്ങൾ ഇതെല്ലാം അറിയുന്ന നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭയം വന്നാൽ പോലും അത് അറിയും. ഒരു ഭീതി വന്നാൽ അറിയും. കാരണം പലപ്പോഴും പലരും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ വരുന്ന അനാവശ്യമായ ഭയമാണ്, പലതിനെക്കുറിച്ചുള്ള ആകുലതയാണ്, പലതിനെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇത് അറിയാണ്ട് അവരുടെ ഉള്ളത്തിൽ കയറി കടന്നാൽ പിന്നെ ഇവർക്ക് ഒരിക്കലും സ്വസ്ഥമാകാൻ പറ്റത്തില്ല, ഒരിക്കലും ആ വിശ്വാസത്തിലേക്ക് വരാൻ പറ്റില്ല. അതിവിശുദ്ധ വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റാണ് അവിശ്വാസം എന്ന ദുഷ്ട ഹൃദയം. ഇത് നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവം തന്ന അധികാരത്തെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഈ അധികാരത്തെ യൂസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ വരുന്ന കാര്യം ഒരു നെഗളം വരുന്നത്. ഇവിടെ ഞാൻ ആ ഒരു വാക്യത്തിലൊക്കെ വരുന്നത് അപ്പോസ്തല പ്രവൃത്തി പ്രശ്നം ഇതെല്ലാം നടക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 11 തുടങ്ങിയിട്ടൊന്ന് വായിച്ച 3-ാം അധ്യായത്തിന്റെ. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്നു പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രയേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന് മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കുലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇന്ന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. മതി സിസ്റ്റർ. അപ്പം അവിടെ കൂടിയവരുടെ എല്ലാം നോട്ടം പത്രോസും യോഹന്നാൻ എന്തോ ചെയ്തെന്നാണ്. അപ്പൊ പത്രോസും യോഹന്നാൻ എന്താ ചെയ്തെന്ന് തോന്നുന്നത് ആ നോട്ടം വന്നപ്പോൾ പത്രോസ് പറയുക, ഞങ്ങളുടെ ശക്തി ഇസ്രായേൽ പുരുഷന്മാരെ ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റു നോക്കുന്നതും എന്ത്? ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ നമ്മുടെ ഭക്തി കൊണ്ടോ അല്ല അവിടെ മിറക്കിൾ നടന്നേക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഞാൻ എപ്പോഴും പറയും, നമ്മളിരിക്കുന്ന അഭിഷേകം, നമ്മളിരിക്കുന്ന അധികാരം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ ഉള്ളതല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നിരിക്കുന്നതാണ്. അല്ലാതെ എനിക്കൊരു ശക്തിയോ എനിക്കൊരു ഭക്തിയാണ്. അനിൽനാരായണൻ പാസ്റ്റർ പറയുന്നുണ്ട്, പാസ്റ്റർ പറയുന്നത് ഇവിടെ എല്ലാവരും മിനിസിസ്റ്റർ വന്നു കഴിഞ്ഞ് ഇവിടെ ഭയങ്കര മിറക്കിൾസ് ആണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഭയങ്കര ദൈവപ്രവർത്തിയാ. അപ്പൊ ഈ മിനിസിസ്റ്ററുടെ കണ്ണും കൈയും മൂക്കും നാക്കൊക്കെ തന്നെ നിങ്ങൾക്കും തന്നേക്കുന്നത്. ഹല്ലേലൂയ. മിനിസിസ്റ്റർ വിശ്വാസത്തി വരുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ വിശ്വാസത്തിൽ വന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. പക്ഷെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം ഹല്ലേലൂയ അത് നിങ്ങളുടെ തന്നെ കുഴപ്പമാണെന്ന് പറയും. ഹല്ലേലൂയ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് തന്നേക്കുന്ന കണക്ക് തന്നെയാണ്, അതേ പരിശുദ്ധാത്മ തന്നെയാണ് എല്ലാവരുടെ മേലെ ഇരിക്കുന്നത്. എൻ്റെ മേലുള്ള
ആത്മാവ് തന്നെയാണ് എല്ലാവരുടെ മേലും വന്നിരിക്കുന്നത്. ഹാലേലുയ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് എക്സ്ട്രാ ഒന്നല്ല, എനിക്ക് എക്സ്ട്രാ കഴിവോ മിടുക്കോ ഒന്നുമില്ല. കാരണം വെച്ചാൽ എനിക്കിപ്പോ ഒരാളെ കാണുമ്പോൾ ഹാലേലുയ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം എനിക്ക് അവരെ കുറിച്ച് ഒന്നും പറയും. ദൈവത്തിന്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചില്ലെങ്കിൽ, ആത്മാവിടെ വെളിപ്പെട്ടില്ലെങ്കിൽ, ആത്മാവ് ആമേ ഹാലേലുയ അതിനകത്ത് ഹാലേലുയ ആമേ കൺട്രോൾ ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ജനങ്ങൾ ഇന്ന് പലരും ഫോക്കസ്ഡ് ആകുന്നത് വ്യക്തികളിലാണ്. പക്ഷെ ജനം ഫോക്കസ്ഡ് ആകേണ്ട എപ്പോഴും വ്യക്തികളിലല്ല, വ്യക്തിയിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിലാണ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയാം, എന്ത് മിറക്കിൾ നടന്നാലും സകല മഹത്വവും പുകഴ്ചയ്ക്കും യോഗ്യൻ നമ്മളല്ല, കർത്താവായ യേശു ക്രിസ്തു ആണ്. ഹാലേലൂയ. അതുകൊണ്ട് ഇവിടെ പത്രോസ് പറയുന്നത് ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടല്ല, ഇത് ഇന്ന് നമ്മൾ വിശ്വാസികൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പലർക്കും ഹാലേലൂയ ആമേ പാസ്റ്റേഴ്സും ആമേ ശുശ്രൂഷകരും സെലിബ്രിറ്റീസ് ആയി മാറുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ യേശുവിനെ കൊടുക്കേണ്ട മഹത്വത്തെക്കാട്ടി കൂടുതൽ അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഏൽപ്പിച്ച ശുശ്രൂഷയുണ്ട്. വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുന്നവരെ നമ്മൾ ബഹുമാനിക്കണം. പക്ഷേ നമ്മൾ ഫോളോ ചെയ്യരുത്. ആമേൻ. ഇന്നത്തെ ജനം തെറ്റിപ്പോകുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് യേശുവിനെ ഫോളോ ചെയ്യേണ്ടടുത്ത് പലരെയും പല മനുഷ്യരെ ഫോളോ ചെയ്യുന്നവരാ. ഹാലേലിയ. എനിക്ക് ഒരുപാട് സങ്കടം വരാറുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ആമേ ഹാലേലിയ അവർ യേശുവിനെ പിൻപറ്റുന്നതിന് പകരം ചില പാസ്റ്റേഴ്സിനെ പിൻപറ്റുന്നത് മാത്രമല്ല, അവരെ അവരുടെ ഡ്രസ് കോഡ് പോലും, അവരുടെ ഹാലേലിയ സംസാരം പോലും ഹാലേലിയ അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന നമ്മൾ കാണാറുണ്ട്. കാരണം അവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ഈ ലോകത്ത് ആരും യോഗ്യർ അല്ല. നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യേണ്ട ഈ ലോകത്ത് ആരും യോഗ്യരല്ല, ഒരു വ്യക്തി പോലും യോഗ്യനല്ല. കാരണം നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് വിശ്വാസത്തിൽ നിന്നും പൂർത്തി വരുത്തുന്ന യേശുവിനെ മാത്രം നോക്കണം. നമ്മൾ മറ്റുള്ളിടത്തേക്ക് നമ്മുടെ ഫോക്കസ് പോയി കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോവും. കാരണം എല്ലാ മനുഷ്യർക്കും കുറവുകളുള്ളവരാണ്. ഹാലേലിയ. എല്ലാ മനുഷ്യർക്കും പോരായ്മകളുണ്ട്. ഹാലേലിയ. അതുകൊണ്ടാണ് അവൻ മനുഷ്യരാണെന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യരിൽ ഹാലേലിയ മനുഷ്യൻ്റെതായ സ്വഭാവങ്ങളുണ്ട്, ജഡ്ഡികമായ സ്വഭാവങ്ങളുണ്ട്. ഹാലേലിയ. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഹാലേലിയ. അമ്മ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്നറിയണം, നമ്മൾ ഹാലേലിയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശുക്കത്ത് ഇരിക്കുന്നിടത്ത് സ്വർഗ്ഗസ്ഥലം പിതാവിന്റെ വലതുഭാഗത്ത് ആത്മാവിൽ നമ്മൾ ഇരുത്തിയിരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ലോകത്തിൽ തന്നെയാണ്. ഈ ലോകവും അതിന്റെ മോഹവും നമുക്ക് ചുറ്റും നിൽക്കുവാണ്. നമ്മൾ അറിയാതെ പ്രതികരിക്കും ചില സമയങ്ങളിലൊക്കെ. ഹാലയിലെ കാരണം വെച്ചാൽ നമ്മുടെ നേരെ വരുമ്പോൾ പലതും വരുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ പ്രതികരിക്കും. കാരണം എന്തുകൊണ്ട് നമ്മൾ പ്രതികരിക്കും? നമ്മൾ മനുഷ്യനാണെങ്കിൽ ഒരു ഈഗോ ഉണ്ട് നമുക്ക്. ഹാലൂയ. അവിടെയൊക്കെ അത് ഹാലയില്ലേ പലരും നമ്മൾ ഇനി ഒരിക്കലും മിണ്ടത്തില്ല അവരോടൊന്നും. എന്തൊക്കെ പറഞ്ഞാലും യേശു കർത്താവ് ഇരുന്ന പോലെ അർക്കം കൊണ്ടാകുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരിക്കുക എന്നെല്ലാം പറഞ്ഞാലും എവിടെ ഇട്ട് തോണ്ടണമെന്ന് പിശാചിനറിയാവും. തോണ്ടൊക്കെ നമ്മൾ അറിയാണ്ട് പ്രതികരിക്കും. ഹാലൂയ. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ജഡത്തിന് ബലഹീനതയുള്ള ജഡമാണ്. ഹാലൂയ. അതിന് വേദനിക്കും. ഇപ്പൊ തൊട്ടാലും മുറിഞ്ഞാലും കൈ മുറിഞ്ഞാൽ വേദനിക്കും. ആരെങ്കിലും തല്ലിയാൽ നമുക്ക് വേദനിക്കും. ഹാലൂയ. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ നമുക്ക് വേദനിക്കും. കാരണം നമുക്ക് മനസ്സും ശരീരവും കൂടെ ചേരുന്ന ജഡം ഹാലൂയ ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് ഇവിടെയൊക്കെ ഈ ജഡത്തിൽ ശുശ്രൂഷയ്ക്കായി നമ്മൾ നിൽക്കുമ്പോൾ ഈ ജഡത്തിൽ വരുന്നൊരു കാര്യമാണ് അഹന്ത അല്ലെങ്കിൽ നെഗളം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടില്ല, അയ്യോ ആ രോഗി സൗഖ്യമായി. എനിക്ക് നമ്മളെന്തോ സംതിങ് ഗ്രേറ്റ് ആണ്. അവരെ കാട്ടിയൊക്കെ ഇരിക്കുന്നവരെ കാട്ടിയൊക്കെ അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുന്നവരെ കാട്ടിയൊക്കെ ഞാൻ എന്തോ വലിയ സംഭവമാണെന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ അറിയാണ്ട് കയറി വരും. ഇവിടെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പ് പലപ്പോഴും. ഞാൻ പറഞ്ഞ ആദ്യ കാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് ദൈവം എനിക്ക് തന്നൊരു ഹാലൂയ ഒരു വെളിപ്പാടാണ്. ഹാലേലിയ. നമ്മൾ ശുശ്രൂഷയ്ക്കായി കയറി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന സമയം തന്നെ നമ്മൾ ദൈവത്തിന്റെ ദാസിമാരും ദാസന്മാരുമാണ്. ഹാലേലൂയ. ഈ ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ കയറണം. ഹാലേലിയ. നമ്മൾ ദൈവത്തിന്റെ ദാസൻ ദൈവത്തിന്റെ ശുശ്രൂഷകരായിരിക്കുമ്പം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ജനം ദൈവത്തിന്റെ മക്കളാണ്. ദാസന്മാരെക്കാട്ടി പ്രിവിലേജ് മക്കൾക്കാണ് ദൈവത്തിന്റെ മുമ്പിൽ. ഹാലയില്. അപ്പം നമ്മൾ നിൽക്കുന്ന ആ സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാലയില് സഭാ ഹോളിലോ നമ്മൾ എവിടെയായിരിക്കുന്ന നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തികളാണ് ഹാലയില് നമ്മളെക്കാട്ടി ശ്രേഷ്ഠം.
ഒരു ദാസൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷൻ എന്ന് പറയുമ്പം മക്കളെക്കാട്ടി താഴെയാണ്. ആ ഒരു ബോധത്തോടു കൂടി, ആ ഒരു മനോഭാവത്തോട് നിന്ന് ശുശ്രൂഷിക്കാവുള്ളൂ. ഹല്ലേലൂയ. ഈ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ യേശു കർത്താവ് തന്നെ പറയുന്നു ഹല്ലേലൂയ, നിങ്ങൾ ഹല്ലേലൂയ മുൻപ് എന്താ പറയാ, ഹല്ലേലൂയ ശുശ്രൂഷക്കാരാകണം. ഹല്ലേലൂയ. അന്ന് മുൻപന്മാർ ആകാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വലിയവരാകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ദാസന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകരാണ്. എങ്ങനെ ശുശ്രൂഷകരാണ്? യേശു കർത്താവ് ഒരു ശുശ്രൂഷകരായിട്ട് കാണിച്ചു കൊടുത്തവർക്ക് ശിഷ്യന്മാരുടെ കാല് കഴുകി കാണിച്ചു കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ അതുപോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ജനത്തിന് വേണ്ടിയിട്ട് നമ്മളെ നിർത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഞാൻ അവരെക്കാട്ടി എന്തോ ഗ്രേറ്റ് ആണ്, ഞാൻ അവരെക്കാട്ടി വലിയ സംഭവമാണെന്നല്ല ഉള്ളിൽ വേണ്ട. കർത്താവെ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തവർ നിർത്തിയിരിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അവരെ ശുശ്രൂഷിക്കാനായിട്ട് എന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ആ നിർത്തിയിരിക്കുമ്പോൾ ആ ഒരു മനോഭാവത്തിൽ നമ്മൾ നിന്ന് കഴിയണം ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ പത്രോസ് പറയുന്നത്, കൊണ്ട് നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നത്? ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്യുന്ന വെച്ച് നോക്കുന്നത്? ഇത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ ഒരുവരുണ്ടായിരുന്നല്ലോ ഇവിടെ വന്നത്, ദൈവം അയച്ചിട്ട് അവനെ കൊണ്ട് ക്രൂശിച്ച് കൊന്നില്ലേ? ആ നാമത്തിലാണ് ഞങ്ങൾ ഇത് പറഞ്ഞേക്കുന്നത്. ആ നാമത്തിലാണ് ഇത് വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. യേശു എന്ന നാമം പറഞ്ഞപ്പോഴാണ് യേശുവിന്റെ നാമത്തിലൂടെ വ്യാപരിച്ച ശക്തിയിലാണ് ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നത്. ആമേൻ, സ്തോത്ര. ഇവിടെ അത് നമ്മുടെ ഉള്ളത്തിൽ ഓരോ ദിവസവും ഇതുണ്ടാണ്. അപ്പൊ നമുക്ക് തന്ന അധികാരമുണ്ട്. നമുക്ക് അധികാരം ദൈവം തന്നിട്ടില്ല എന്നല്ല, തരുമെന്നല്ല, തന്നു കഴിഞ്ഞു. ഈ അധികാരം വെളിപ്പെടണം. ഈ അധികാരം വെളിപ്പെടണമെങ്കിൽ നമ്മൾ പലപ്പോഴേക്ക് ദൈവമേ ഞാൻ പ്രാർത്ഥിച്ച പിശാചി പോവോ, നമ്മുടെ ആ ചിന്തയാണ്. കാരണം നമുക്ക് അതിനുള്ള ശക്തി ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ നിന്റെ ശക്തിയിലല്ല, നിന്റെ കഴിവിലല്ല അവ പോകുന്നത്. ഇന്നലെ നമ്മ ഒരു വചനത്തെ വിശ്വാസത്തെ കുറിച്ച് വചനം വായിച്ചപ്പോൾ അതിനകത്ത് യാക്കോബിന്റെ ലേഖനത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ഉണ്ട് എന്ന് നമ്മൾ പറയും. പക്ഷേ അവൻ പിശാചിനെ വെച്ചാൽ പറയും അവൻ വിശ്വാസം മാത്രമല്ല, അവൻ ദൈവത്തിന്റെ നാമത്തിന് മുമ്പിൽ പയക്കുകയും ചെയ്യുന്നു, വിറയ്ക്കുകയും ചെയ്യുന്നു. അല്ലേ? പിശാചുകള് യേശുവിന്റെ നാമം കേട്ട വിറയലാവും. വിറയലില്ലാത്ത പേടിയില്ലാത്ത ജനം നമ്മളാണ്. നമുക്ക് യേശുവിന്റെ നാമം എന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോ തമാശ പോലെയാണ്. അതുപോലെ പക്ഷേ അവര് വിറയ്ക്കും. കാരണം പക്ഷെ അതുകൊണ്ടാണ് നീ ഒരു നാമം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നതിന്റെ കാര്യം അതുകൊണ്ട് അവർക്ക് വിറയലാണ് അത് കേൾക്കുമ്പോൾ. ആ നാമത്തിൽ പയക്കും വിറയ്ക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മൾ ആ നാമത്തിന്റെ ശക്തി തിരിച്ചറിയണം. എന്നാൽ യേശുവിന്റെ നാമം എല്ലാവരും പറഞ്ഞാൽ പോവോ? പോകത്തില്ല. കാരണം എന്താ? യേശുവിന്റെ നാമം പറയാൻ യോഗ്യതയുള്ളവർ പറയണം, അധികാരം തന്നിട്ടുള്ളവർ പറയണം. നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഈ അധികാരം തന്നിട്ടുള്ള നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മൾ ഇത്രയും ദിവസം വിചാരിക്കും അയ്യോ ഞാൻ ഇതുവരെ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ട് ഒരു തലവേദന പോലും മാറിയിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഈ അവിശ്വാസം ദുഷ്ടഹൃദയത്തെ എടുത്ത് കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം എന്ന് വായിച്ചു സിസ്റ്റർ. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അപ്പം യേശുവിന്റെ നാമത്തെ കൈക്കൊണ്ട് വിശ്വസിക്കുന്നവർ എന്ന് വെച്ചാൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവരെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസത്താലുള്ള രക്ഷയിലേക്ക് വരുന്നവർക്ക് അവൻ ദൈവമക്കളാകുവാനുള്ള അവകാശം കൊടുത്തു, നല്ല അധികാരം കൊടുത്തു. യേശു കർത്താവിന് എന്തൊക്കെ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നോ അതേ അധികാരങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കൾക്കുണ്ട്. ആ അധികാരമാണ് നേരത്തെ യേശു കർത്താവ് പറഞ്ഞ എന്താ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയ്ക്കുള്ളിൽ, നമ്മുടെ ദേശത്തിനുള്ളിൽ എന്ത് നടക്കണമെന്ന് അവിടെ വാഴുന്ന ദേശശക്തികളോ വീട്ടിലിരിക്കുന്ന ദുരാത്മ ശക്തികളോ അല്ല തീരുമാനിക്കണം. നേരത്തെ പറഞ്ഞ അഭിഷേകമുള്ള നീ തീരുമാനിക്കണം. കാരണം അവിടെ സകലതിനെ ചവിട്ടുവാൻ അധികാരം ദൈവം തന്നിട്ട് നിന്റെ കയ്യിലാണ്.
ഹാലേലിയ. അപ്പൊ സകലത്തെ എന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ടല്ല, സകലത്തിൽ ഇന്ന് ഇവിടെ എന്തൊക്കെ വാഴ്ചകളുണ്ടോ, എന്തൊക്കെ അധികാരങ്ങളുണ്ടോ, എന്തൊക്കെ കർത്തൃത്വങ്ങളുണ്ടോ, ഹാലേലിയ, എന്തൊക്കെ ദുഷ്ടാത്മ സേനകളുണ്ടോ, അതിന് എല്ലാത്തിനെയും ചവിട്ടുവാൻ അധികാരം തന്നിട്ടുണ്ട്. ഹാലേലൂയ. ഈ അധികാരം നമ്മൾ, ഹാലേലൂയ, തന്ന അധികാരത്തെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങണം. ഹാലേലിയ. അവിടെയാണ് നമ്മളപ്പോ, അതുകൊണ്ട് നമ്മൾ യേശുവിന്റെ നാമം പറയുമ്പോൾ, ഹാലേലിയ, അധികാരമുള്ള നാമമാണ് യേശു. യേശുവിന്റെ നാമം, ആ നാമം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഹാലേലിയ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും നടക്കുന്നത് നമ്മളിലൂടെ. ഹാലേലിയ, പ്രവചനത്തിന്റെ ആത്മാവ് നമ്മളിലൂടെ, ഹാലേലിയ, സംസാരിച്ചു തുടങ്ങുമ്പോൾ, ഹാലേലിയ, നമുക്ക് പോലും അറിയാത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ്, പേര്, ഹാലേലിയ, അവരുടെ കാര്യങ്ങളൊക്കെ, ഹാലേലിയ, ആമീൻ, അതെല്ലാം നമ്മളിലൂടെ വെളിപ്പെട്ട് വരുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ വ്യാപരിക്കുന്നവന്റെ ശക്തിയിലാണ്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഇരിക്കുമ്പോൾ, ക്രിസ്തു എങ്ങനെ, ഹാലേലിയ, ജനത്തെ കണ്ടുപോ, ക്രിസ്തുവിന്റെ മുമ്പിൽ എങ്ങനെ, സകലതും മറയില്ലാതെ വെളിപ്പെട്ടു, അതുപോലെ നമ്മളിലും വെളിപ്പെടും. വേറെ ആരെങ്കിലൊക്കെ യേശുവിന്റെ നാമം പറഞ്ഞ് മാറത്തില്ലെന്നുള്ളത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ വായിക്കുന്നുണ്ടല്ലേ. പുരോഹിതന്മാരുടെ മക്കള് ആ നാമം ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ പിശാച് അവരോട് പറഞ്ഞ്, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ അറിയാം, പക്ഷേ നീ എന്തധികാരത്തിൽ ഇത് പറയുന്നത്? ഞാൻ പറയാൻ യോഗ്യതയില്ലാത്ത പറഞ്ഞാൽ സംഭവിക്കത്തില്ല, പക്ഷെ പറയാൻ യോഗ്യതയുള്ള, നമുക്ക് യോഗ്യതയുണ്ട്, നമ്മളെ യോഗ്യത ആക്കി മാറ്റി. ആരാ? യേശുവിന്റെ രക്തം, നമ്മൾ വിശ്വാസത്താൽ, ആമി പ്രാപിച്ചെടുത്ത പുത്രത്വം നമ്മളെ, അധികാരികളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ അധികാരത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ പറയേണ്ട. ഈ അധികാരത്തെ കുറിച്ച് നമുക്കൊരു ബോധ്യം വരണം. സാറാ മിസ്റ്റർ പറഞ്ഞ പിശാച് പോവോ? സാറാ മിസ്റ്ററെ തീർച്ചയായിട്ടും പോകും. ഹാലേലൂയ. എന്താ കൊണ്ടാ പോകുന്നത്? സാറാ മിസ്റ്ററുള്ള ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല ഇത് പോകുന്നത്. സാറാ മിസ്റ്റർ ഇരിക്കുന്നവന്റെ മഹത്വം കൊണ്ടാ, അവന്റെ ശക്തി കൊണ്ടാ, ആ നാമത്തിന്റെ പവർ കൊണ്ടാ പോകുന്നത്. ഹാലേലൂയ. അപ്പൊ നമ്മളിരിക്കുന്ന ആര്, ബീന സിസ്റ്റർ പറഞ്ഞ പോകില്ലേ? പോകും. ജോളി ആന്റി പറഞ്ഞ പോലെ പോകും. ഷേർലി സിസ്റ്റർ അങ്ങനെ ഓരോരുത്തരും പറഞ്ഞാൽ പോകും. ഹാലേലൂയ. കാരണം കഴിഞ്ഞ അനുനാരായണ പാസ്റ്റർ ഇങ്ങനെ ആരംഭകാലത്ത് ശുശ്രൂഷയുടെ സമയത്ത് ഇങ്ങനെ ഭൂതങ്ങളെ ഞാൻ ശുശ്രൂഷിച്ചപ്പോഴേ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഇതൊക്കെ ഒരു ദിവസം പുള്ളി അവിടെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, രാത്രിയിലും കണ്ട് ആരുടെ കൂടെ പ്രാർത്ഥിക്കാനും കണ്ടിരുന്ന ആളാണ്. പുള്ളിയുടെ രാത്രി പാതിരാത്രിയപ്പോൾ പുള്ളിയുടെ ഭൂതം വെളിപ്പെട്ട് ഇങ്ങനെ നിൽക്കുവോ. ഫ്രണ്ട് പറയാ, ദൈവമേ ഞാൻ ഗിലിഗിലിഗിരാ വരയ്ക്കാൻ തുടങ്ങി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ആദ്യം ഒരു അടി വെച്ചു കൊടുത്തു, ശരിക്കും പറഞ്ഞു തന്നിട്ട്. അപ്പൊ അതൊന്നും കൂടെ ഇതായിട്ട് വെളിപ്പെട്ട് നിൽക്കാം. അപ്പോഴത്തേന് പുള്ളി ഇങ്ങനെ കണ്ണിട്ട്, കർത്താവ് ഞാൻ എന്തോ ചെയ്യുന്നു, അത് ഏതോ ഒരു ദൈവദാസൻ ഒരു പ്രാവശ്യം ഇങ്ങനെ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ് പറയുന്ന കേട്ട ഒരു ഓർമ്മയുണ്ട്. കണ്ണടച്ചുകൊണ്ട് അതങ്ങോട്ട് പറഞ്ഞിട്ട് കണ്ണ് തുറക്കുന്നില്ല, കാരണം ഇത് പോയത് എന്തുവാന്ന് അറിയാതെ. അതിന് കുറച്ച് നേരം കഴിച്ച് കണ്ണ് തുറന്നപ്പോ ആള് വെട്ടിയിട്ട ചക്ക പോലെ കിടപ്പുണ്ടെന്ന് പറഞ്ഞ് കാലില്ലേ. കാരണം ആദ്യ കാലക്കില്ല. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന പലരുടെയും ചിന്ത ഇതൊക്കെയാ. കാരണം വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞ പോവോ, എനിക്ക് നല്ല ശക്തിയുണ്ടോ, എനിക്ക് നല്ല ഭക്തിയുണ്ടോ, ഇതിനുള്ള യോഗ്യത ഉണ്ടോ? പലരുടെയും ചിന്ത ഇതാണ്, ശക്തിയും ഭക്തിയും ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന അധികാരം, മക്കളാണെങ്കിൽ നമ്മൾ അധികാരികളാണെന്ന് പറയുമ്പോൾ നമ്മൾ പലരും വിചാരിക്കുന്നത് ഈ മക്കളായി കഴിഞ്ഞ ഉടനെ ഈ ലോകത്ത് കുറെ ഏതാണ്ടൊക്കെ തന്നിട്ട് നമ്മളെ അധികാരികളാക്കി വെക്കുന്നു, അല്ലേ? ഞാനൊക്കെ വിശ്വാസം എൻ്റെയൊക്കെ ചിന്ത അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞത്, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് തീരും. മുങ്ങി അങ്ങോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് യേശു കർത്താവിനെ പോലെ ഉണ്ടായി നമ്മുടെ മുമ്പിൽ ഒരു വിഷയങ്ങളെ വരുത്തില്ലെന്നായിരുന്നു ചിന്ത. മുങ്ങി അങ്ങോട്ട് പൊങ്ങി കഴിയുമ്പോൾ അടി കിട്ടാൻ തുടങ്ങി. കാരണം അന്ന് തുടങ്ങിയ അടി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാന്ന് ഞാൻ പറയും. പടപടാന്ന് പറഞ്ഞു എവിടുന്നൊക്കെ വരുന്നത് അറിയത്തില്ല. എന്ന് പറയുന്നത്. പക്ഷെ ഈ അടി നമ്മുടെ നേരെ വരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ അടി വരുമ്പോൾ ഇതിനെ തടുക്കാനായിട്ട് നീ ശക്തി പ്രാപിച്ചോണം. ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിന്റെ നേരെ ഞാൻ ശത്രുവിനെ വിട്ടുകൊടുക്കുന്ന ശത്രുവിനെ ഇട്ടുകൊടുക്കുന്നതിന്റെ കാരണം അവൻ നിന്നെ അടിക്കാൻ വരുമ്പോ ഞാൻ സ്വർഗത്തിൽ നിന്നിട്ട് വടി വെട്ടി നിനക്ക് തരുമെന്നല്ല. നിന്റെ കയ്യിൽ വടി തന്നിട്ടുണ്ട്, നീ എടുത്ത് തിരിച്ച് പ്രയോഗിച്ചോണം.
ഇതാ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹാലേലിയ. ആമേ. കർത്താവ് പറയുന്നില്ല, മോനെ നിനക്ക് വരുന്നതെല്ലാം ഞാൻ ഇവിടെ നിന്ന് തടുത്തേക്കാം കേട്ടോ, അവരാരും നിന്നെ തൊടത്തില്ല. നമുക്ക് ചുറ്റും ദൈവം ഒരു തീമതിൽ ഇട്ടിട്ടുണ്ട്. ഹാലിയ. അപ്പൊ ദൈവം അത് ആമേ ഇച്ചിരിയെങ്കിലും പൊളിച്ചു കൊടുക്കുക, നമ്മളെ തൊടത്തില്ല. പക്ഷേ ഇത് തൊടാനായിട്ട് നമ്മുടെ നേരെ ഫൈറ്റിങ്ങിനായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോണം. ഹാലേലിയ. ആമേ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുക, നിങ്ങൾ ഇതിനെ തോൽപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. നമ്മൾ വിചാരിച്ച് പറഞ്ഞത് കർത്താവ് വരണേ, കർത്താവ് വരണേ, കർത്താവ് വന്നിട്ട് ഇതൊന്ന് ചെയ്തു തരണമെന്നാ പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ കർത്താവ് അവിടെ നനകത്ത് പോലും ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനുള്ള അധികാരം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, ഇനി എനിക്ക് നിനക്കൊന്നും തരാനില്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുക. ഇനി നീ അത് പ്രാപിച്ചോണം. നീ അത് പ്രാപിക്കല, നീ അത് ഉപയോഗിച്ചോണം. അതാ പറഞ്ഞത്, യൂസ് ചെയ്യണം അത്. നമുക്ക് തന്ന അധികാരത്തെ, നമുക്ക് തന്ന അനുഗ്രഹത്തെ. ഇവിടെയാണ് നമുക്ക് പലപ്പോഴും പല വിശ്വാസികൾക്കും ഇന്നും പലതിലും കുടുങ്ങിയിരിക്കുന്നതിന്റെ കാരണം ഇതിനെക്കുറിച്ച് അവർക്കില്ല അറിവില്ലായ്മയാണ്. കാരണം അവര് ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ഫോൺ എടുക്കും, ഏതെങ്കിലും പാസ്റ്റർ വിളിക്കും, പ്രാർത്ഥിക്കും, ഇരിക്കും. പക്ഷേ പാസ്റ്റർ വിളിക്കാനും പ്രാർത്ഥിക്കാനുമല്ല ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ നീ സ്വന്തമായിട്ട് നിന്റെ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങളെ നീ സ്വന്തമായിട്ട് ഓവർകം ചെയ്യാൻ പഠിക്കണം. നമ്മുടെ കുഞ്ഞുനാളിലെ നമ്മൾ ഫീഡ് ചെയ്യും. കാരണം അവർക്ക് തന്നെ വാരി കഴിക്കാൻ അറിയത്തില്ല, തന്നെ എടുത്തു കഴിക്കാൻ അറിയത്തില്ല. നമ്മൾ ഫീഡ് ചെയ്യും, പിന്നെ നമ്മൾ എടുത്തു കൊടുക്കും. പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ പറയും പോയി എടുത്ത് കഴിക്കാൻ പറയും. ഒരു പ്രായം കഴിയാൻ നമ്മൾ പറയും പോയി കുക്ക് ചെയ്ത് കഴിക്കാൻ പറയും. എന്താ അവർ ഓരോ പ്രായം കഴിയും തോറും അവർ സ്വയമായിട്ട് അവര് നമ്മൾ പിന്നെ കുറച്ച് പെൺപിള്ളേരൊക്കെ കുറച്ചുകൂടെ പറയും നാളെ വേറെ വീട്ടിൽ പോയി ജീവിക്കാനുള്ളതാ, എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം എന്ന് പറയും. എന്താ കാരണം? അവിടെ ചെന്നിട്ട് അമ്മ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കരുത്. അതുകൊണ്ട് അത് പറയുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും നമുക്ക് മക്കളെ കുറിച്ച് ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ തലമുറകളൊക്കെ അതിലൊക്കെ വല്ലതും മിടുക്കരാണ്. കാരണം ഒറ്റയ്ക്കൊക്കെ ആകുമ്പോഴല്ലേ ഓരോരുത്തർക്ക് ചെല്ലുമ്പോൾ തന്നെ കൊണ്ടാക്കി കഴിഞ്ഞ് കഴിക്കുവാനും എല്ലാം അവർ പ്രാപ്തരാകുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. ആദ്യമൊക്കെ നമുക്ക് ഫീഡ് ചെയ്ത് തരും, ആരെങ്കിലൊക്കെ സഹായിക്കും, ആരെങ്കിലൊക്കെ വിളിക്കും. പക്ഷെ എന്നും ഇങ്ങനെ ആരെങ്കിലും ഫീഡ് ചെയ്ത് തരുമെന്നും പറഞ്ഞല്ല ഇരിക്കേണ്ടുന്നത്. നമ്മൾ അനേകരെ ഫീഡ് ചെയ്യാൻ വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ അനേകരെ ഇതുപോലെ ആക്കി ദൈവത്തിന് യോഗ്യരാക്കി കൊള്ളാവുന്നവരാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മളെ ആക്കി വെച്ചത് നമ്മളിപ്പോഴും ആരെങ്കിലും നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കരുത്. അങ്ങനെ ഇരിക്കുന്ന മനോഭാവമാണ് നമ്മുടെ ഇവിടെ നമ്മുടെ പത്രോസ് ആദ്യമായി ചെയ്യുന്ന അത്ഭുതം എന്ന് അവിടെ എടുത്തെഴുതിയിരിക്കുന്ന അത്ഭുതമാണ്. പക്ഷെ അവിടെ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ഭയമായി. 2-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ ഏറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന് വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെന്ന് എണ്ണുകയും എന്നൊക്കെ ചെയ്തത്. അപ്പൊ അവിടെ ഏറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ എടുത്തെഴുതപ്പെട്ട ഒരത്ഭുതമായിട്ടാണ് 3-ാം അധ്യായത്തിലെ സുന്ദരം ഗോപുരത്തിലെ അത്ഭുതത്തെ കുറിച്ച് പറയുന്നത്. അപ്പോഴും ഞാൻ പറയാം, അപ്പോസ്തലന്മാരാൽ എന്ന് പറഞ്ഞപ്പോ അത് പൊതുവായി ചിലപ്പോൾ എല്ലാവരും നിന്നപ്പോഴും, പക്ഷെ പത്രോസിന് ഇങ്ങനെ ഒരു ധൈര്യം വന്ന് പത്രോസ് പറഞ്ഞ ഇതിന് ശേഷമാണ് നമ്മൾ കാണുന്നത് അനന്യാസും സബീരയും മരിച്ചുപോയ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. അതിന് മുമ്പല്ല. ഇതിന് ശേഷമാണ്. ഇതിനു ശേഷം അവിടെയും പത്രോസ് പറഞ്ഞത് എന്നോട് നിങ്ങൾ വ്യാജം കാണിച്ചു എന്നല്ല, പരിശുദ്ധാത്മാവിനോട്. അപ്പം പത്രോസിന് ഒരു ബോധം ഇവിടെ പറയുന്ന കണക്ക് ഞങ്ങളുടെ ശക്തി കൊണ്ടും ഭക്തി കൊണ്ടും അല്ല ഇത് നടന്നത്, നിങ്ങൾ അങ്ങനെ നിങ്ങൾ നോക്കരുത്. അവിടെയും പറയുന്നത് പരിശുദ്ധരോ, കാരണം എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന് ആത്മാവിനോട് നിങ്ങൾ വ്യാജം കാണിച്ചു. അവിടെയാണ് പത്രോസിനുള്ള മഹത്വം നമ്മൾ കാണുന്നത്. പത്രോസ് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഒന്നിനും കൊള്ളാത്തവനായിരുന്നു. ഒരു ബാല്യക്കാരത്ത് ചോദിച്ച പോലും തള്ളി പറഞ്ഞ് പ്രാഗി ആണയിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. എന്നിട്ട് പിന്മാറ്റത്തിൽ പോയത് മാത്രമല്ല, കൂടെ ഉള്ളവരെ കൂടെ പിടിച്ച് പിന്മാറ്റത്തിലേക്ക് കൊണ്ട് വള്ളവും വല എടുത്തുകൊണ്ട് പോയ വ്യക്തിയാണ് ഞാൻ. ഇതെല്ലാമായ വ്യക്തിയായി ഞാൻ, എനിക്ക് ഒരു കഴിവും ഇല്ല. ഹല്ലേലൂയ. ഒരു യോഗ്യതയും പറയാനില്ല. പക്ഷെ എന്നെ യോഗ്യനാക്കിയ ഒരുവന്റെ നാമം ഒരുവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ആ ആത്മാവ് ആണിത് ചെയ്യുന്നുള്ള ബോധം പത്രോസിന്റെ ഉള്ളിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. അതായത് പത്രോസ് അവിടെ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം. അപ്പൊ പത്രോസ് അവിടെയെല്ലാം പത്രോസ് ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ്, ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ്, ദൈവത്തിന്റെ അധികാരത്തെ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ഞാൻ എന്ന വ്യക്തി ഇവിടെ 0 ആയി മാറുമ്പോഴേ എന്നിൽ വസിക്കുന്നവന് ഹീറോ ആകത്തുള്ളൂ.
ആമേൻ. ആമേൻ. ഞാൻ എവിടെയെങ്കിലും ഹീറോ ആകാൻ ശ്രമിച്ചുകൊണ്ട് എന്നിൽ വസിക്കുന്നവൻ അവിടെ ഇരിക്കും. ഹാലലുയ. ആമി, ഇത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹാലെ, പത്രോസിവിടെ പറയുന്ന പോലെ എൻ്റെ ശക്തി കൊണ്ട് എൻ്റെ ഭക്തി കൊണ്ടോ അല്ല ഹാലെ, പക്ഷേ ഞാൻ അധികാരിയാണ്, എനിക്കൊരു അധികാരം തന്നിട്ടുണ്ട്. ഈ അധികാരത്തെ യൂസ് ചെയ്യാനുള്ള അധികാരമാണ് പുത്രത്വം എന്ന അധികാരം. ഹാലലൂയ. ഈ അധികാരം എന്നിലുണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിനെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ യോഗ്യനായി നിൽക്കുന്നത് എനിക്കൊരു അധികാരം തന്നുണ്ട്. ആ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ, ഞാൻ പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. ഹാലേലുയ. അപ്പൊ നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട പോലെ, ഞാൻ ഇന്നലെ മെസ്സേജ് പൂർത്തിയാക്കാനൊന്നും അവിടെ സമയം കിട്ടിയില്ല. ഹാലയാന് മുമ്പ് ഹാലയ രണ്ട് ഭാഗ്യമാണ് അത് ആകെ വായിച്ചതുള്ളൂ. അതുമേ തന്നെ ഹാലയിലെ ദൈവത്തിന്റെ ശക്തി മഹത്വം ഒക്കെ അവിടെ വെളിപ്പെട്ടത് കൊണ്ട് ഹാലയിലെ ഈ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് പോകാനോ നമുക്ക് ഇതൊന്നും പറയാനോ ഒന്നും സമയം കിട്ടില്ല ഹാലയിലെ. കാരണം എന്നിട്ട് 3 മണിക്കാണ് ക്ലോസ് ചെയ്ത മീറ്റിംഗ് ഹാലയിലെ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന പോലെ ഹാലയിലെ, അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളത്തിൽ ഹാലയിലെ ഈ ഒരു ചിന്ത ഉണ്ടാകണം. നമ്മുടെ ശക്തി കൊണ്ടും നമ്മുടെ ഭക്തി കൊണ്ടുമല്ല, നമ്മിൽ വ്യാപരിക്കുന്നവന്റെ ശക്തിയാലാണ് നടക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന നാമത്തിന്റെ മഹത്വത്തിലാണ് നടക്കുന്നത്. ഹാലയിലെ ഇങ്ങനെ നമ്മുടെ ചിന്തയിലേക്ക് ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഇതൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ, നമ്മൾ എവിടെയൊക്കെ പോയി മരിച്ചവരെ എഴുന്നേൽപ്പിച്ചാൽ പോലും ചുമ്മാ ഈ വീട്ടിൽ പോരാൻ പറ്റും. ഹാലയിലെ നമുക്ക് വീഡിയോ എടുക്കാനോ യൂട്യൂബിൽ ഇടാനോ അല്ലെങ്കിൽ എന്താ പറയാ ഇതൊക്കെ സാക്ഷ്യം പറയിക്കാനോ ഒന്നും തോന്നത്തില്ല. സാക്ഷ്യം പറഞ്ഞ റെക്കോർഡ് ചെയ്യാനോ ഒന്നും തോന്നില്ല. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തോരോ എന്തോരോ മിറക്കിൾസ് നമുക്ക് നടക്കാറുണ്ട് ഡെയിലി നമ്മുടെ ജീവിതത്തിൽ മിറക്കിൾ. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും അത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടാത്തന്നെ കാണാൻ വെച്ചാൽ ഇത് ചെയ്യുന്നത് ദൈവമാണെന്നും ദൈവത്തിന്റെ ശക്തിയാണെന്നും നമുക്ക് നല്ല ബോധമുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കണ ഞാൻ എപ്പോഴും പറയുന്ന കാര്യ, പലരും ഇങ്ങനെ പറയുമോ മിനിസിസ്റ്റർ അങ്ങനെ ഞാൻ പറയും, ഇത് നിങ്ങൾക്ക് ദൈവം അപ്പോയിന്റ് ചെയ്ത സമയമായിരുന്നു, നിങ്ങളുടെ വിടുതലിന്റെ സമയം. ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചു വന്ന് കൈ വെച്ച് പ്രാർത്ഥിച്ചാൽ ഇത് സംഭവിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിൽ സ്വർഗത്തിൽ ദൂതണ്ടെങ്കിൽ നിങ്ങൾക്ക് വിടുതൽ നടക്കുന്ന സമയം. അപ്പൊ അവിടെ നമ്മളൊരു മുഖാന്തരമായെന്ന് മാത്രമേ നമുക്ക് അവിടെ പ്രശംസിക്കാനായിട്ടുള്ളൂ, അല്ലെ നമുക്ക് സന്തോഷിക്കാനായിട്ടുള്ളൂ. അല്ലെ നമ്മളല്ലാതെ വന്നിട്ട് നമ്മുടെ കഴിവുണ്ടോ നമ്മുടെ മിടുക്കുണ്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇതിനെ നമ്മൾ കൂപ്പി ചെയ്തിട്ട് ആൾക്കാരെ കാണിച്ച് വിളിച്ചുകൂട്ടി കച്ചവടമാക്കണം. ഹാലലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാലയിലെ എന്നോട് ഒരു സിസ്റ്റർ പറഞ്ഞിങ്ങനെ പ്രവചനാത്മാവിൽ ഹാലയിലെ വലിയൊരു സുനാമി വരുന്ന പോലെ കണ്ടു, വേറെന്തോ ഒരു കാര്യം കണ്ടു സിസ്റ്ററെ, അത് വേറൊരു ദൈവദാസ് ഇത് പ്രസംഗിച്ച് ഇതുപോലെ കണ്ടേക്കുന്ന 2025 കുറിച്ച് ദർശനത്തിൽ കണ്ടതായിട്ട് ഹാലയ ഒരു ഇതിലിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ മിക്കവാറും കാണാറുള്ള കാര്യങ്ങളാണ് ഹാലേലിയ. അത് ഇവിടെ ചക്രവാത ചുഴിയൊക്കെ പിന്നീട് ഹാലേലിയ ഇവര് കാലാവസ്ഥ നിരീക്ഷണം വെളിപ്പെടുത്തുമ്പോൾ നമ്മളിത് കാണും, നമ്മളിത് പ്രാർത്ഥിക്കും. കേരളത്തിന്റെ തീരം തൊടുവെന്ന് പറഞ്ഞതൊക്കെ ഇവിടുന്ന് മാറി ബംഗാളിലേക്കൊക്കെ പോകുന്നതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇത് വരുന്നതിന് മുമ്പ് ഹാലേലിയ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്ന ദൈവം നമുക്ക് വെളിപ്പെടുത്തുക. ഇത് എന്തിനാ വെളിപ്പെടുത്തുന്നത് വെച്ചാൽ, ഇത് നാളെ എനിക്ക് ഇന്നത് വെളിപ്പെട്ടു, നാളെ ഇത് സംഭവിച്ചപ്പോ ഇതെടുത്തിട്ട് വീഡിയോ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടല്ല ദൈവം ഇത് വെളിപ്പെടുത്തുന്നത്. ഹാലേലിയ. നിന്നെ ദൈവം ഒരു കാര്യം, ഒരു രഹസ്യം, വരാനുള്ളൊരു കാര്യം, ഒരു ആപത്ത്, ഒരു വിപത്ത്, ഒരു ആക്സിഡന്റ് നിന്നോട് വെളിപ്പെടുത്തുന്നെങ്കിൽ ഹാലേലിയ നീ അതിനു വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം ആ അനർത്ഥം സംഭവിക്കാതെ വണ്ണം അത് ഒഴിഞ്ഞു മാറേണ്ട നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ മേൽ നിനക്കൊരു കാര്യം വെളിപ്പെട്ട അതിന്റെ മേൽ നിനക്കൊരു അധികാരം തന്നെ ദൈവം വെളിപ്പെടുത്താൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ഇത് സംഭവിക്കാൻ വേണ്ടിയിട്ടല്ല, സംഭവിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പ്രവചനം സത്യമായെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഇത് സംഭവിക്കാതെ, ഇത് അനർത്ഥമാകാതെ, ഇത് ജനത്തിന് ദോഷമാകാതെ, ദേശത്തിന് നാശമാകാതെ ഇത് ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം നിനക്കിത് വെളിപ്പെടുത്തുന്നത്. ആമേൻ. നമുക്ക് എത്ര അനുഭവം ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചിലതൊക്കെ പ്രാർത്ഥിക്കാതെ ഉഴപ്പി വിടുന്ന കാര്യങ്ങൾ അരച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സംഭവിച്ചെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകാറുണ്ട്. ഹാലയിലിയ. അപ്പൊ അതുകൊണ്ട് നമ്മളെ ദൈവം ഒരു കാര്യം വെളിപ്പെടും. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു കാരണം ഇന്ന് പലർക്കും അറിയാത്ത കാര്യം, പലരും ഇന്ന് ചെയ്യാത്ത കാര്യം, പലരും പറയും ദൈവം എന്നെ അത് കാണിച്ചു ഇത് കാണിച്ചു ഹാലയിൽ എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ടിട്ട് ഇച്ചിരി സംഭവിച്ചു കഴിയുമ്പോൾ ഇത് പണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു വരും. പക്ഷേ ദൈവമക്കളെ ഞാൻ ഹാലയിലിയ ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിച്ച് നിങ്ങളോട് പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വെളിപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്വപ്നം കണ്ടു അല്ലെ ദർശനം ദൈവം സംസാരം, നിങ്ങൾ എഴുന്നേറ്റിരിക്കണം. ആ സമയത്ത് കടന്നുറങ്ങരുത്. നിങ്ങൾ എഴുന്നേറ്റിരിക്കണം. ആ സമയത്ത് നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.
നിങ്ങളുടെ ഒരു പ്രാർത്ഥന വലിയ അനർത്ഥത്തെ മാറ്റിക്കളയും. ഹാലേലിയ. വലിയ വിപത്തുകളെ മാറ്റിക്കളയും. പലരെ മരണത്തെ നീക്കാൻ പോലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഹാലേലിയ. അമ്മ അവരാരാന്ന് നമുക്ക് അറിയത്തില്ലായിരിക്കും. ചിലപ്പോൾ എവിടെ നമുക്കല്ലല്ലോ എന്ന് വിചാരിക്കാം. അങ്ങ് അമേരിക്കയിലെങ്ങാണ്ടല്ലേ, അല്ലെങ്കിൽ അപ്പുറത്ത് എന്താ പറയാ, അങ്ങ് പാകിസ്ഥാനിലല്ലേ എന്നൊക്കെ ചിന്തിക്കരുത്. ഹാലേ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം, ഹാലേലിയ, ആമി ഹാലേ, അത് എവിടെയുള്ള ജനമാണെങ്കിലും ഹാലിയ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളാണെന്ന് ചിന്തിക്കണം. അവിടെ ഉണ്ടാകും നമുക്ക് സഭയിലുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഹാലേലിയ, അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ജനം ഹാലേലിയ, നമ്മുടെ സഹോദരൻ സഹോദരിയാണെന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഹാലേലിയ, നമുക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും. ഈ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ദൈവം ഹാലയ അന്ത്യകാലത്ത് ഹാലേലിയ സകല ജഡത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പോലെ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹാലേ, വൃദ്ധന്മാർ ദർശനങ്ങളെ കാണും. ഹാലേലിയ, ആമേ ഹാലേ, നമ്മൾ ദർശനങ്ങളെ ദൈവം കാണിക്കുമ്പോൾ ഹാലേ, സ്വപ്നങ്ങളിലൂടെ ദൈവം വെളിപ്പാടുള്ള ദൈവം സംസാരിക്കും. നിങ്ങൾ അതിനെ നിസ്സാരമായിട്ട് എടുക്കരുത് ഈ ദിവസങ്ങളെ. ഹാലേലിയ, ആമേ, ഏതെങ്കിലും ആപത്തനർത്ഥങ്ങളെ കുറിച്ച് കാണുകയാണ്, ഏതെങ്കിലും ആക്സിഡന്റിനെ കുറിച്ചൊക്കെ കാണുകയാണെങ്കിൽ ഹാലേലുയ, ഏതെങ്കിലും പ്രകൃതി ദുരന്തത്തെ കുറിച്ച് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ശക്തമായി ഇടിവിൽ നിൽക്കണം, പ്രാർത്ഥിക്കണം. ഹാലേ, നമ്മൾ കണ്ട് വയനാട്ടിലൊക്കെ ആ ഒരു നിമിഷം കൊണ്ട് എന്തുമാത്രം ജനം പോയത്. ഹാലില് ഇവിടൊക്കെ ഹാല ചിലപ്പോൾ ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് അതിനെ പിടിച്ചു നിർത്താൻ കഴിയും. ഹാലയില് നമുക്കറിയാം ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് പിടിച്ചു നിർത്താൻ കഴിയും. ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ ഹാലയില് ആമി ഹാലേ മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഏലിയാവ് മുട്ടമടക്കി പ്രാർത്ഥിച്ചപ്പോ വീണ്ടും മഴ പെയ്തു എങ്കിൽ ഹാലേലൂയ, ആമി. അതുപോലെ യോശുവ പറഞ്ഞപ്പോ സൂര്യനും ചന്ദ്രനും അവിടെ നിന്നെങ്കിൽ ഹാലേലി, ആമി, എന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവൻ നിശ്ചലമായെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതിനുള്ള ശക്തിയുണ്ട്. ഹാലേലിയ, നമുക്ക് ചിലതിനെയൊക്കെ പിടിച്ചു നിർത്താൻ കഴിയും. ഹാല, അതുകൊണ്ട് ഈ ദിവസങ്ങൾ അങ്ങനെ ആരെങ്കിലും ദർശനങ്ങളും വെളിപ്പാടിലൊക്കെ കാണുകയാണ്, നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്ന ദൈവസേന നിന്നുകൊണ്ട്. ഹാലേലിയ, ആമി. പിശാച് ഹാല അവന്റെ കൂട്ടരും ഹാലേലിയ ആമി ജനത്തെ കൊന്നൊടുക്കി ഹാലേലിയ നശിപ്പിച്ച് നരകത്തിനെ അധിപരാക്കി ഇരുട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന അവരെയൊക്കെ വെളിച്ചത്തിലേക്ക് നടത്താൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് തന്ന അധികാരം എന്നൊന്ന് തിരിച്ചറിഞ്ഞ് ഹാലേലിയ ഈ ദിവസം നിങ്ങളുടെ വായൊന്ന് തുറന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഹാലെ, കാറ്റ് അടങ്ങ്, കടലെ ശാന്തമാണ്, യേശു കർത്താവ് പറയുന്നത് സംഭവിക്കും. നമ്മൾ പറഞ്ഞാലും നടക്കും. ചില കൊടുങ്കാറ്റിനെയൊക്കെ ഹാലേലിയ അടക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നു. അതുകൊണ്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു. ഇതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തത്തില്ല. ചില ആൾക്കാരും പ്രാർത്ഥന തിരിച്ചടിക്കുവോ, നമ്മുടെ വീട്ടിൽ വരുമോ എന്നൊക്കെ പറഞ്ഞ് പലതും അവിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് ഭയം നമ്മുടെ ഉള്ളിലേക്ക് വിതച്ചിട്ടുണ്ട്. ശത്രു ഈ വിതച്ച ഈ ഭയം ഈ കളകളെയൊക്കെ പിഴുതു കളഞ്ഞുകൊണ്ട് ഹാലേലിയ ഈ ദിവസം ശക്തമായ ദൈവത്തിന് വേണ്ടി നീക്കുക, അധികാരത്തെ ഉപയോഗിക്കുക. ഹാലേലിയ അധികാരത്തെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ അല്ല സംഭവിക്കുന്ന, ബോധത്തോടുകൂടി ഉപയോഗിക്കുക. വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ്.